അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ബഹുമാനികളെ, വഹാബികൾ ആശയപരമായി പൂർണ്ണ നിരായുധരായി എന്നത് ഇനിയും നമ്മൾ വിശദമായിട്ട് പറയേണ്ടതില്ലല്ലോ. എന്നാൽ എഴുന്നേൽക്കാൻ കഴിയാത്ത, ആദർശപരമായി അത്രമേൽ പരാജിതരായിപ്പോയ വഹാബികൾ ചില വെല്ലുവിളികളൊക്കെ വിളിച്ചു നോക്കുന്നുണ്ട്. അനസ് മൗലവി നടത്തുന്ന വെല്ലുവിളി ആദ്യം ഒന്ന് കേൾക്കാം നമുക്ക്. ചർച്ചക്ക് വരട്ടെ, ഈ വിഷയത്തിൽ അവർ സംവാദത്തിന് വരട്ടെ. ഏതായിരുന്നാലും നൗഷാദ് ഹസനിക്ക് ശേഷം ഇതുവരെ മുജാഹിദ് പ്രസ്ഥാനവുമായി സംവദിക്കാൻ കെൽപ്പുള്ള ആരും മറുഭാഗത്ത് നിന്ന് വന്നിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അതിനുശേഷമുണ്ടായ വിവാദം, ചേലേമ്പ്ര സംവാദത്തിന് ശേഷമുണ്ടായ വിവാദങ്ങൾ, കത്തിയാളുന്ന വിവാദങ്ങൾ, ആ വിവാദങ്ങൾ നിങ്ങളെ മുന്നിൽ കിട്ടിയിട്ട് മുന്നിലിരുത്തിക്കൊണ്ട് തന്നെ ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്, ഞങ്ങൾക്കതിൽ ആവേശമുണ്ട്, ഞങ്ങൾ ഇന്നും സംവദിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ തൗഹീദുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ഈ വിഷയത്തിൽ ഇന്ന് കാന്തപുരം സമസ്ത നേരിട്ടിട്ടുള്ള, അകപ്പെട്ടിട്ടുള്ള ഈ ആദർശ പാപ്പരത്വം ഞങ്ങൾക്ക് സമൂഹത്തിന്റെ മുന്നിൽ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയുന്നൊരവസരമാണ് ഈ സംവാദം എന്ന് പറഞ്ഞാൽ. റെഡിയാണ്. തൗഹീദ് ശിർക്ക് എന്ന വിഷയത്തിൽ ഒരു സംവാദം നടത്താൻ, അനസുമായി സംവാദം നടത്താൻ ഞാൻ റെഡിയാണ് എന്നാണ് താങ്കൾ ഡേറ്റ് അറിയിച്ചോളൂ. വ്യവസ്ഥ എഴുതാം, സംവാദം നടത്താം. തൗഹീദ് ശിർക്ക് എന്ന വിഷയത്തിൽ, ഇനി ഏത് വിഷയത്തിലാകട്ടെ, ഇസ്തിഗാസ എന്ന വിഷയത്തിൽ വേണമെങ്കിൽ അങ്ങനെ നടത്താം. ഏത് വിഷയത്തിലും സംവാദം നടത്താൻ തയ്യാറാണ്. ഒന്നാമതായി പറയാനുള്ളത് അതാണ്. മൗലവി വെല്ലുവിളിച്ച് നോക്കുകയാണ് അല്ലേ? ആരോടാ വെല്ലുവിളിക്കുന്നത്? ഇപ്പോൾ എത്ര കഷ്ണമായി വഹാബികൾ. അതുകൊണ്ട് അനസ് വെല്ലുവിളിച്ചിട്ടുണ്ട്, വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്, സംവാദത്തിന് റെഡിയാണ്. തൗഹീദ് ശിർക്ക് എന്ന വിഷയമാണോ വേണ്ടത്? അതിൽ സംവാദമാവാം. ഇസ്തിഗാസ എന്ന വിഷയത്തിലാണോ വേണ്ടത്? അതിലാകാം. തവസ്സുൽ, അങ്ങനെ തുടങ്ങിയിട്ട് ഏത് വിഷയത്തിലും സംവാദം നടത്താൻ, പ്രാമാണികമായി വിഷയത്തെ സമീപിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ എന്നും തയ്യാറാണ്. ഒരു ഘട്ടത്തിൽ പോലും ആദർശപരമായ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോയ ചരിത്രം സുന്നത്ത് ജമാഅത്തിനില്ല. പിന്നെ നൗഷാദ് മൗലവിയുടെ കാര്യമാണ്. നൗഷാദ് മൗലവിയും നിങ്ങളും പരസ്പരം അന്തർധാര സജീവമാണ് എന്നത് ആർക്കാണ് അറിയാത്തത്? മൗലവി. അതുകൊണ്ട് നിങ്ങളുടെ രണ്ട് കക്ഷികളും സുന്നത്ത് ജമാഅത്തിന് ഒരുപോലെയാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികളായ പുത്തൻവാദികളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നൗഷാദ് മൗലവിയുടെ കുരുവട്ടൂരിസവും. നിങ്ങൾ വഹാബിസത്തിൻ്റെ എത്ര കഷ്ണങ്ങളാണ്, അവ മുഴുവനും കള്ളത്വരീഖത്തും അതുപോലെ യുക്തിവാദവും നിരീശ്വരവാദവും ലിബറൽ ഐഡിയോളജികളും തുടങ്ങി ആദർശപരമായി ഞങ്ങൾ സമീപിക്കേണ്ട ഞങ്ങളുടെ പ്രതിയോഗികളാണ് എല്ലാവരും. ആദർശപരമായി വളരെ കൃത്യമായിട്ട് ഞങ്ങൾ ഗണ്ണിക്കും, ഇതുവരെ ഗണ്ണിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഫൈസൽ മൗലവിയെ ഞാൻ തിരിച്ചും വെല്ലുവിളിക്കുകയാണ്. താങ്കൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞാനുമായി സംവാദത്തിന് തയ്യാറാക്കണം. വിഷയം ഏതുമാകാം. കൃത്യമായ വ്യവസ്ഥകൾ വെക്കണം. ആ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടുള്ള ആരോഗ്യകരമായ ഒരു സംവാദത്തിന് ഫൈസൽ മൗലവിയെ ഞാൻ വെല്ലുവിളിക്കുന്നു. ആ വഹാബി പാളയത്തിലെ ഏത് മൗലവിയെയും ആർജവത്തോടെ വെല്ലുവിളിക്കുകയാണ്. പിന്നെ ഒരു സംവാദത്തിനെ കുറിച്ചാണ് ഇപ്പം മൗലവി സംസാരിച്ചു വരുന്നത്. ചില പ്രവർത്തകരുമായി സംവാദം റെഡിയാക്കി, അതിന് വ്യവസ്ഥകളും നിശ്ചയിച്ചു. ആ വ്യവസ്ഥകൾ ഏകപക്ഷീയമായി വഹാബികൾ ആ വ്യവസ്ഥ ലംഘനം നടത്തി. കൃത്യമല്ലേ? അപ്പം അതുകൊണ്ട് കൃത്യമായ വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് ആദർശപരമായ സംവാദത്തിന് മൗലവി തയ്യാറാണെങ്കിൽ അറിയിക്കുക. ഞങ്ങൾ എപ്പോഴും റെഡിയാണ്. ആദർശപരമായി ഞങ്ങൾ എന്നും റെഡിയാണ്. നൗഷാദ് ഇന്ന് അദ്ദേഹം ബാത്തിലിൻ്റെ പിഴച്ച കക്ഷികളുടെ മുഅ്തസിലത്തിൻ്റെ ആശയം പറയുന്ന ചില ശൈഖന്മാരിൽ നിന്നും നോട്ട് വാങ്ങി അവരുടെ മൈക്കുകളായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നൗഷാദിൻ്റെ കാര്യം പറഞ്ഞ് അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ നേരെ വരാൻ ഒരു മൗലവിയും ശ്രമിക്കേണ്ടതില്ല. നൗഷാദും വഹാബിയും മൗദൂദിയും കള്ളത്വരീഖത്തും തബ്ലീഗ് ജമാഅത്തും തുടങ്ങി മുഴുവൻ കക്ഷികളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തുല്യമാണ്. വഹാബിസം എന്ന് പറയുന്നത് കേരളത്തിലേക്ക് കടന്നു വന്ന
ആശയപരമായ ആദർശത്തിലെ ഏറ്റവും വലിയ വിഷമാണ് വഹാബിസം എന്ന് പറയുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രകാശം ഏറ്റുവാങ്ങാൻ സൗഭാഗ്യം ലഭിച്ച നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മാലിക് ബിൻ ദീനാർ, മാലിക് ബിൻ ഹബീബ്, ഷറഫ് ബിൻ മാലിക് തുടങ്ങിയ 12ഓളം സ്വഹാബത്ത് കേരളത്തിൽ വരികയും കൊല്ലം, മാടായി, ശ്രീകണ്ഠപുരം, ധർമ്മടം തുടങ്ങി 10ഓളം സ്ഥലങ്ങളിൽ 10 പള്ളി നിർമ്മിക്കുകയും ചെയ്ത മഹാന്മാരാണ് സ്വഹാബത്ത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും നേരിട്ട് ഇസ്ലാം പഠിച്ച, ഇസ്ലാമിക വിശ്വാസം പഠിച്ച, ഇസ്ലാമിക കർമ്മങ്ങൾ പഠിച്ച, ഇസ്ലാമിൻ്റെ നിലപാട് മനസ്സിലാക്കിയ മഹാന്മാരായ സ്വഹാബത്ത് ആർത്തുലച്ചു വരുന്ന അറബിക്കടലിൻ്റെ തിരമാലകളെയും വീശിയടിക്കുന്ന കൊടുങ്കാറ്റുകളെയും വകഞ്ഞു മാറ്റി നമ്മുടെ കേരളത്തിൻ്റെ തീരത്ത് വന്ന് കപ്പലിറങ്ങി ആ മഹാന്മാരിവിടെ പഠിപ്പിച്ചു. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ആശയം പഠിപ്പിച്ചു, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വിശ്വാസം പഠിപ്പിച്ചു. അങ്ങനെ ആ മഹാന്മാര് പഠിപ്പിച്ച ദീനനുസരിച്ച് നമ്മുടെ കേരളത്തിലെ മുഴുവൻ മുസ്ലിമീങ്ങളും ഒരു ഭിന്നതയുമില്ലാതെ, ഒരെതിരഭിപ്രായവുമില്ലാതെ ഇസ്ലാമിക വിശ്വാസം മുറുകെ പിടിച്ച് ഇസ്ലാമിന്റെ കർമ്മം ഒരുമിച്ച് ഒരേ മനസ്സോടെ നിർവഹിച്ച് കേരളത്തിൽ ജീവിച്ചു വരുന്നതിനിടെയാണ് അഭിപ്രായ വ്യത്യാസവുമായി കടന്നു വരുന്ന വഹാബികൾ 921 നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. അതുവരെ ഒരു തർക്കവുമില്ലാതെ, ഒരു അനൈക്യവുമില്ലാതെ കേരളത്തിലെ മുഴുവൻ മുസ്ലിമീങ്ങളും ഒരേ മനസ്സോടുകൂടി അവരുടെ ആരാധനകളും വിശ്വാസങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഐക്യസംഘം എന്ന പേരിൽ ഇവിടെ വന്നിട്ടുള്ള വിഭജനത്തിൻ്റെ ശക്തികളായിരുന്നു വഹാബികൾ എന്ന് പറയുന്നത്. ആ വഹാബികൾ വന്നതിന് ശേഷമാണ് ഇവിടെയുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളും മുശ്രിക്കീങ്ങളാണെന്ന ഏറ്റവും വലിയ ആരോപണം ഉന്നയിച്ചു. ഇവിടുത്തെ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ മുശ്രിക്കുകളായി മുദ്രകുത്തി. അങ്ങനെയുള്ള പിടച്ച കക്ഷികളാണ് വഹാബികൾ. ആ വഹാബികളുടെ കൂലിവേല ചെയ്യുന്നവനായി ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് കള്ളത്വരീഖത്തുകാർ. അവരുടെ ഏറ്റവും വലിയ ഏജന്റാണ് നൗഷാദിനെ പോലുള്ള കുരുവട്ടൂരി സമ്പാദിച്ച ചില കള്ളത്വരീഖത്തുകാർ. ആ കള്ളത്വരീഖത്തുകാരെ കൂട്ടുപിടിച്ച് സുന്നത്തി ജമാഅത്തിനെതിരെ ആക്രമണം അയച്ചുവിടാമെന്ന ധാരണ ഫൈസലടക്കമുള്ള, അനസടക്കമുള്ള മറ്റേതെങ്കിലും മൗലവിമാർക്കുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ ആർജവത്തോടെ വെല്ലുവിളിക്കുകയാണ്. താങ്കൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ആദർശപരമായ സംവാദത്തിന് തയ്യാറാവുക. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിങ്ങളെപ്പോലുള്ള വഹാബികളെ സംബന്ധിച്ച്, പുത്തൻവാദികളെ സംബന്ധിച്ച് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നിലപാട് വളരെ ശക്തമായിരുന്നു. ബഹുമാനപ്പെട്ടവർ ഇന്നഹു യറാഹും ശിറാറ ഖൽഖില്ലാ, അള്ളാഹുവിൻ്റെ ദീനിൽ പുത്തൻവാദങ്ങളുമായി കടന്നു വരുന്ന പുത്തൻവാദികളെ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കണ്ടിരുന്നത് ശിറാറ ഖൽഖില്ലാ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകളായിട്ടാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പുത്തൻവാദികളെ കണ്ടിരുന്നത്. എന്തായിരുന്നു അതിൻ്റെ കാരണം? ബഹുമാനപ്പെട്ടവരെ, അങ്ങനെ നിലപാട് സ്വീകരിക്കുവാനുള്ള കാരണം ഇന്നഹും മിൻ തലഖു ഇലാ ആയാത്തിൻ നസലത് ഫിൽ കുഫാരി ഫജഅലുഹാ അലൽ മുഅ്മിനീൻ, കാഫിരീങ്ങളെ വിഷയത്തിൽ അവരുടെ കുഫറിനെയും ശിർക്കിനെയും വിമർശിച്ചിറങ്ങിയ ആയത്ത് പരിശുദ്ധരായ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശ്വാസം മജ്ജയിലും മാംസത്തിലും ശ്വാസത്തിലും അലിഞ്ഞു ചേർന്ന വിശ്വാസികളിൽ ആരോപിച്ച് സാധുക്കളായ വിശ്വാസികളെ ശിർക്കാരോപിച്ചുകൊണ്ട് അവർ മുശ്രിക്കീങ്ങളാണെന്ന് പറയുന്നവരായിരുന്നു ആ പുത്തൻവാദികൾ. അവരാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വിപത്ത് പിടിച്ചവർ, ഏറ്റവും മോശപ്പെട്ടവരെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് പുത്തൻവാദത്തെ സംബന്ധിച്ച്, സുന്നത്തി ജമാഅത്തിന് വിരുദ്ധരായ ആശയങ്ങളുമായി കടന്നു വരുന്നവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവസാന കാലഘട്ടത്തിൽ പുത്തൻവാദികൾ വരും, വഹാബികൾ വരും, കള്ളത്വരീഖത്തുകാർ വരും, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കക്ഷികൾ വരും. പുത്തൻവാദികൾ കടന്നു വരുമ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന ചില പുത്തനാശയങ്ങളുണ്ട്. ആ പുത്തനാശയങ്ങൾ ബിമാലം തസ്മഉ അൻതും വല ആബാഉക്കും, നിങ്ങളോ നിങ്ങളെ ഉപ്പാപ്പമാരോ കേട്ടിട്ടില്ലാത്ത പുതിയ പുതിയ ആശയങ്ങളുമായി, പുത്തൻവാദങ്ങളുമായി കടന്നു വരുന്നവർ അവര് അവസാന കാലഘട്ടമാകുമ്പോൾ വരും എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകി. അവരാരാണ്? ദജ്ജാലൂന കദ്ദാബൂന, അവർ കബളിപ്പിക്കുന്നവരാണ്, കളവ് പറയുന്നവരാണ്, കളവ് മാത്രം പറയുന്നവരാണ്. അത് തന്നെയാണ് വഹാബികളിൽ നമ്മൾ കാണുന്നത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ആശയത്തിൽ വളരെ ക്രൂരമായ ദുർവ്യാഖ്യാനം നടത്തുന്നു. ഇസ്ലാമിക പ്രമാണങ്ങളെ പച്ചയിൽ ദുർവ്യാഖ്യാനിക്കുന്നു, പരിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ ദുർവ്യാഖ്യാനിക്കുന്നു. അങ്ങനെ തുടങ്ങി സലഫ് സ്വാലിഹ്യങ്ങൾ എഴുതി വെച്ച കിതാബുകൾ ദുർവ്യാഖ്യാനിക്കുന്നു. അങ്ങനെ തുടങ്ങി
കളവുകളും ദുർവ്യാഖ്യാനങ്ങളുമായി കടന്നു വരുന്ന വഹാബികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പറഞ്ഞ ആ മുന്നറിയിപ്പ് നമ്മൾ കാണുകയാണ്. അതുപോലെ തന്നെയാണ് കുരുവട്ടൂരിസവും. മഹാന്മാരായ ഔലിയാക്കളുടെ പേരിൽ കളവ് പറയുന്നു. ആ മഹാന്മാരുടെ സ്ഥാനം ഇടിച്ചു താഴ്ത്താൻ പറ്റുന്ന രൂപത്തിൽ ആ മഹാന്മാരെ മോശമായി ചിത്രീകരിക്കുന്നു. അവരുടെ കിതാബുകൾ തുറന്നു വെച്ച് തെറ്റായ അർത്ഥം പറയുന്നു. ഇങ്ങനെ ഒരേ തുവൽ പക്ഷികളായി വഹാബികളെയും കുരുവട്ടൂരിസത്തെയും കള്ളത്തുരീഖത്തുകാരെയും മൗദൂദികളെയും എല്ലാവരെയും നമ്മൾ കാണുകയാണ്. എന്നാൽ അഹ്ലുസുന്ന വൽ ജമാഅ എല്ലാ ആദർശ വിരോധികളെയും ഒരുപോലെ നേരിടും, യാതൊരു തർക്കവും വേണ്ട. അതുകൊണ്ട് തന്നെ സുന്നത്തി ജമാഅത്തിന്റെ ആശയത്തിനെതിരെ കടന്നു വരുന്ന മുഴുവൻ പുത്തൻവാദികളെയും ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും. മഹാനായ ഇമാം സോവി റളിയല്ലാഹു അൻഹു വഹാബിസത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറആഹു ഹസന എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഹാദിഹിൽ ആയത്തു നസലത്ത് ഫിൽ ഖവാരിജി, ഈ ആയത്ത് അവതരിച്ചത് ഖവാരിജുകൾ എന്ന് പറയുന്ന ഒരു പുത്തൻവാദികളിലാണ്. അവരെ സംബന്ധിച്ച് ഇറങ്ങിയ ആയത്താണ്. അല്ലദീന യുഹർരിഫൂന തഅ്വീലൽ കിതാബി വസ്സുന്ന. എന്തായിരുന്നു ഖവാരിജുകളുടെ അവരുടെ ശൈലി? എന്തായിരുന്നു? പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും വ്യാഖ്യാനങ്ങളെ ദുർവ്യാഖ്യാനിക്കുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. വയസ്തഹില്ലൂന ബിദാലിക ദിമാഅൽ മുസ്ലിമീന വഅംവാലഹും. അങ്ങനെ അള്ളാഹുവിന്റെ ഖുർആനും ഹദീസും ദുർവ്യാഖ്യാനിച്ച് മുസ്ലിമീങ്ങളായ നിരപരാധികളെ കൊല്ലാമെന്നവർ പറയുന്നു, അവരുടെ സമ്പത്ത് പിടിച്ചെടുക്കാമെന്നവർ പറയുന്നു. അങ്ങനെ കമാഹുവ മുശാഹദൻ ഫിൽ ആനി ഫീ നളാഇരിഹിം, ഖവാരിജുകളെ പോലെ ഏറ്റവും വൃത്തികെട്ട ഏറ്റവും അപകടകാരികളായ ഒരു വിഭാഗത്തെ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. വഹും ഫിർഖത്തുൻ ബി അർളിൽ ഹിജാസ്, ഹിജാസ് നാട്ടിൽ ഉത്ഭവിച്ച ഒരു പ്രസ്ഥാനമാണത്. യുഖാലു ലഹുൽ വഹാബിയ, അവരെ സംബന്ധിച്ച് വഹാബികൾ എന്നാണ് പറയപ്പെടാറുള്ളത്. യഹ്സബൂന അന്നഹും അലാ ഷൈഇൻ, അവരെന്തെങ്കിലുമൊക്കെയാണെന്നാണ് അവർ ധരിക്കുന്നത്. പക്ഷേ അലാ ഇന്നഹും ഹുമുൽ കാദിബൂൻ, അവർ കളവ് പറയുന്നവരാണ്. പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഈ ആശയത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത്. അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ആശയത്തിന് വേണ്ടി നിർമ്മിച്ച, ബ്രിട്ടീഷുകാരുടെ മസ്തിഷ്കത്തിൽ മുസ്ലിം ലോകത്തിന്റെ മുസ്ലിം ഭരണകൂടങ്ങളുടെ തകർച്ചയ്ക്ക് വേണ്ടി, ഇസ്ലാമിക മുന്നേറ്റങ്ങൾക്ക് തടയിടുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നിർമ്മിച്ചെടുത്ത ഒരു ആശയമാണ് വഹാബിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ മക്കയിലും മദീനയിലും ത്വായിഫിലുമടക്കം നിരവധി നിരപരാധികളെ കൊന്നൊടുക്കിയ, ധാരാളം മുഅ്മിനീങ്ങളെ കൊന്ന പരിശുദ്ധ ഹറമുകളിൽ പോലും മുസ്ലിം പണ്ഡിതന്മാരുടെ രക്തം ചിന്തിയ ഏറ്റവും അപകടകാരിയായ ഒരു ആശയമാണ് വഹാബിസം എന്ന് പറയുന്നത്. അവരുടെ ഐഡിയോളജി ഭീകരവാദമാണ്. ഭീകരവാദവും തീവ്രവാദവും പ്രസംഗിക്കുകയും എഴുതുകയും അവരുടെ ആശയമായി കൊണ്ടു നടക്കുകയും ചെയ്യുന്ന വഹാബികൾ പരിശുദ്ധ ഖുർആനിനെയും ഹദീസിനെയും ദുർവ്യാഖ്യാനിച്ചു. ഇവിടെയുള്ള ബഹുഭൂരിഭാഗം മുസ്ലിമീങ്ങളും മുഴുവനും മുശ്രിക്കാണെന്ന് പറഞ്ഞു. സ്വഹാബത്തിന്റെ കാലത്ത് ഇന്നേ വരെ ഒരു തർക്കമില്ലാതെ സ്വഹാബത്ത് നിർമ്മിച്ച പള്ളിയിൽ മുസ്ലിമീങ്ങൾ ജുമഅക്ക് അറബിയിൽ മാത്രം ഖുതുബയോതി. അവർ ജുമഅക്ക് 2 ബാങ്ക് വിളിച്ചു, തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചു. അങ്ങനെ തുടങ്ങി മഹാന്മാരുടെ മാല മൗലൂദുകൾ അവർ പാരായണം ചെയ്തു. അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറഞ്ഞു. മഹാന്മാരെ വിളിച്ചുകൊണ്ടുള്ള ഇസ്തിഗാസ അവരെ അംഗീകരിച്ചു, തവസ്സുൽ അവർ അംഗീകരിച്ചു. ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയങ്ങൾ അതുപോലെ വിശ്വസിച്ചു വന്ന മുസ്ലിമീങ്ങൾക്കിടയിൽ വിഭാഗീയതയും ഭിന്നതയും പാകി കടന്നു വന്നവരാണ് വഹാബികൾ. ആ വഹാബികൾ ഇന്ന് അവരെപ്പോലെ മറ്റു പിഴച്ച കക്ഷികൾ, കുരുവട്ടൂരിസത്തെ പോലുള്ള പിഴച്ച കക്ഷികളെ കൂട്ടിച്ചേർന്ന് പരസ്പരം അന്തർധാര സജീവമാക്കി സുന്നത്ത് ജമാഅത്തിനെതിരെ വരികയാണെങ്കിൽ അഹ്ലുസുന്ന വൽ ജമാഅ ആദർശപരമായി അതിശക്തമായി നേരിടുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, അനസ് താങ്കളുടെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. തൗഹീദ് ശിർക്ക് എന്ന വിഷയത്തിൽ സംവാദം നടത്താൻ അനസിന്റെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. സമയം പറഞ്ഞോ ദിവസം പറഞ്ഞോ നമുക്ക് വ്യവസ്ഥകൾ തയ്യാറാക്കാം. ആശയപരമായി പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള സംവാദം നടത്താം. ഇനി വിഷയങ്ങൾ ഏതുമാകട്ടെ, സുന്നത്തി ജമാഅത്തിനെതിരെ വഹാബികൾ ഉയർത്തുന്ന ഏത് വിഷയവും ഇൻഷാ അല്ലാഹ് പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള സംസാരത്തിന് ഞാൻ തയ്യാറാണ്. അതിന് അനസ് തയ്യാറാകണമെന്ന് ഈ സമയത്ത് ആവശ്യപ്പെട്ട് ഞാൻ സംസാരം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.